ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇൻഡിപെൻഡന്റ് ഗോസ്പൽ ബാപ്റ്റിസ്റ്റ് ചർച്ച് അഡോണായി മീഡിയയിലൂടെ അനുഗ്രഹീതമായ ഗാനങ്ങളും വചന പ്രഭാഷണ പരമ്പരയുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന നസറനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഒരു പുതിയ വിഷയവുമായി ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ തക്കവണ്ണം വലിയവനായ ദൈവം എന്നെ സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ക്രിസ്തുവിൻ്റെ പ്രതിക്രിയാപരമായ മരണം അല്ലെങ്കിൽ വൈകാരിയസ് ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്, പകരക്കാരനായി ബദലായി പ്രാതിനിധ്യമായ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നിൽക്കുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തു എൻ്റെ സ്ഥാനത്ത്, നമ്മുടെ ഓരോരുടെയും സ്ഥാനത്ത് യേശു ക്രിസ്തു പകരക്കാരനായി മരിച്ചു എന്നുള്ളതാണ് ഈ വൈകാരിയസ് ഡെത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ പ്രതിക്രിയാപരമായ മരണത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. 1 പത്രോസ് 3:18 നാം കടന്നു വരുമ്പോൾ, ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു എന്ന് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് തന്റെ ദാസൻ ദൈവവചനത്തിലൂടെ രേഖപ്പെടുത്തുകയാണ്. വൈകാരിയസ് എന്നുള്ളത് ഒരു ലത്തീൻ പദമാണ്. അങ്ങനെയെങ്കിൽ ഒരു പകരക്കാരനായി കർത്താവായ യേശു ക്രിസ്തു നമുക്കായി കടന്നു വന്നു എന്നുള്ളതായ ഒരു വലിയ യാഥാർത്ഥ്യമാണ് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. പരോക്ഷലബ്ധമായ ബദലായ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായ പ്രാതിനിധ്യമായിരിക്കുന്ന ഒരു പകരക്കാരന്റെ മരണമാണ്, ഒരു വലിയ പ്രായശ്ചിത്ത മരണമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ക്രിസ്തുവോ ദൈവത്തോട് നമ്മെ ചേർപ്പിക്കേണ്ടതിന്, അടുപ്പിക്കേണ്ടതിന് വലിയൊരു പ്രായശ്ചിത്ത മരണം ഇവിടെ നൽകപ്പെടുകയാണ് ചെയ്യുന്നത്. കർത്താവായ യേശു ക്രിസ്തു താൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് കടം വീട്ടുവാൻ, വലിയൊരു പെനാൽറ്റി അല്ലെങ്കിൽ വലിയൊരു കടം വീട്ടുവാൻ വേണ്ടിയാണ്. പാപത്തിൽ വസിക്കുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നത്. യെശയ്യാവിന്റെ പുസ്തകം 53:4-5 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു എന്നും നമ്മുടെ വേദനകളെ അവൻ ചുമന്നു എന്നും ആ വാക്യഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. താഴോട്ടുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 5-ാമത്തെ വചനം പറഞ്ഞു തീർക്കുന്നിങ്ങനെയാണ്: അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെതായ വരവിന്റെ അല്ലെങ്കിൽ ആ പ്രായശ്ചിത്തത്തിന്റെ ആ വൈകാരിയസ് അല്ലെങ്കിൽ പകരക്കാരൻ ചെയ്തതിൻ്റെതായ യഥാർത്ഥ അനുഭവമാണ് യെശയ്യാ പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടത് അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമായ കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തു ഒന്നാമതായിട്ട് നമ്മോട് പറയുന്ന ഒരു വലിയ സത്യം എന്നുള്ളത് കർത്താവ് തന്നെ നമ്മുടെ പകരക്കാരൻ എന്നുള്ളതാണ്. യേശു ക്രിസ്തു നമ്മുടെ പകരക്കാരനാണ്. അല്ലെങ്കിൽ വൈകാരിയസ് പകരമായി നിൽക്കുന്ന, ബദലായി നിൽക്കുന്ന പ്രാതിനിധ്യമായി നിൽക്കുന്ന യേശു ക്രിസ്തു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു കർത്താവിലൂടെ അല്ലെങ്കിൽ പ്രായശ്ചിത്ത മരണത്തിലൂടെ നമുക്ക് പകരമായി നിന്നപ്പോൾ എന്റെയും നിന്റെയും നമ്മുടെ ഓരോരുത്തരുടെയും പാപപരിഹാരത്തിന് വേണ്ടിയാണ് കർത്താവ് അങ്ങനെ ചെയ്തത് എന്ന് നാം മറന്നു പോകരുത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രതിക്രിയാപരമായ മരണത്തിലൂടെ നടന്നതായ മറ്റൊരു സംഹിത എന്ന് പറയുന്നത്, കർത്താവ് തുറന്നിട്ടത് അമർത്യതയുടേതായ കവാടമായിരുന്നു. മരണപ്പെട്ടു പോകുന്ന മനുഷ്യർക്ക്, മരണത്തിലൂടെ സഞ്ചരിച്ച് വേറൊരു ദിശയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്നതായ മനുഷ്യർക്ക് ലഭിച്ചിരിക്കുന്നതായ മറ്റൊരു വാതായനമാണ് നിത്യത എന്ന് പറയുന്നത്. മരണത്തിനും അപ്പുറമുള്ളതായ മരണാനന്തര ജീവിതമുള്ളതായ ഒരു വലിയ പ്രത്യാശയാണ് കർത്താവായ യേശു ക്രിസ്തു
ക്രിസ്തു നമുക്ക് നൽകപ്പെട്ടത്. ഓർക്കുക, കർത്താവിന്റെ ആ പകരക്കാരൻ ചെയ്തത് മരണമില്ലാത്തൊരു ജീവിതമാണ് നമുക്ക് പ്രതിനിധാനം ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈ സായം സന്ധ്യയിൽ കേൾക്കണമേ, നമുക്കായി കർത്താവ് പ്രതിക്രിയാപരമായിരിക്കുന്ന ഒരു ക്രിയാപരമായിരിക്കുന്ന മരണം നമുക്ക് സമ്മാനിച്ചത് മരണത്തിനും അപ്പുറമായിരിക്കുന്ന ഒരു ജീവിതമുണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കേവലം തിന്നുക, കുടിക്കുക, നാളെ മരിക്കുമല്ലോ എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ നിർത്തണമേ. പറയട്ടെ, യേശു ക്രിസ്തുവിലൂടെ മരണാനന്തരപരമായ ഒരു ജീവിതം നമുക്ക് നൽകപ്പെടുന്നു എന്നുള്ളതാണ്. വീണ്ടും കർത്താവായ യേശു ക്രിസ്തു ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ യെശയ്യാ പ്രവാചകത്തിൽ തന്നെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞൊരു സത്യമുണ്ട്. അടിപ്പിണരുകളാൽ സൗഖ്യം നൽകപ്പെട്ടിരിക്കുന്നു. ഉച്ചതൊട്ടുള്ളങ്കാൽ വരെയും തന്റെ ശരീരം മുഴുവനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രേഷ്യസ് ബ്ലഡ്, വിലപിടിപ്പുള്ളതായ ആ രക്തം നമുക്ക് വേണ്ടി, അവസാന തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി നൽകപ്പെട്ടു. അതുകൊണ്ട് തന്നെ പറയണം, മനസ്സിലാക്കേണ്ടത് ആവശ്യമായ കാര്യമാണ്. ഇതൊരു പ്രതിക്രിയാപരമായ മരണമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെ സാത്താന്റെ എല്ലാ പദ്ധതികളും പരാജയപ്പെട്ടു. സാത്താന്റേതായ എല്ലാ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും കൗശലങ്ങളും അമ്പയെ പരാജയപ്പെടുത്തിയതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രതിക്രിയാപരമായ മരണം എന്ന് പറയുന്നത്. മർത്യന്റെ മരണം പിശാച് ആഘോഷിക്കാൻ ശ്രമിക്കുമ്പോൾ അമൃത്യത്തിലേക്ക് നയിച്ച യഥാർത്ഥ അമരക്കാരനായ, മന്ത്രിയായ, മശികയായ, മനുകുല പാലകനായ, നമ്മുടെ മനുഷ്യ മനസ്സിന് നിത്യശാന്തിയും സമാധാനവും നൽകുന്ന ഒരു യേശു ക്രിസ്തുവായി, അല്ലെങ്കിൽ ഒരു പകരക്കാരനായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. നിത്യ മരണത്തിലൂടെ കടന്നു പോകേണ്ടവരെ, അല്ലെങ്കിൽ നിത്യ നരകത്തിലേക്ക് കടന്നു പോകേണ്ടവരെ, ദിശ തെറ്റി സഞ്ചരിക്കുന്നവർക്ക് നിത്യശാന്തി, മനഃശാന്തി കൊടുത്തുകൊണ്ട്, മനസ്സമാധാനം കൊടുത്തുകൊണ്ട് സ്വർഗീയ ഭവനം യേശു ക്രിസ്തു ഈ പകരക്കാരന്റെ പ്രതിക്രിയ മരണത്തിലൂടെ നമുക്ക് വിഭാവനം, പ്രതിനിധാനം ചെയ്യുന്നു. ഈ കർത്താവ് ആരാണ്? ഈ കർത്താവ് കാലത്തിന് മുമ്പേ സഞ്ചരിച്ച പ്രമുഖരായ അലക്സാണ്ടർ ചക്രവർത്തി, റോം കത്തിയെറിഞ്ഞപ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയായിരുന്ന ഒരു സാഡിസ്റ്റായ മനുഷ്യൻ, ലോകത്തെ കിടുകിട വിറപ്പിച്ചതായ ഹിറ്റ്ലർ, അങ്ങനെ ചരിത്ര പ്രസിദ്ധരായ ആളുകൾ വിസ്മൃതിയിൽ ആണ്ടുപോയപ്പോൾ അവരെ മാറ്റിമറിച്ചുകൊണ്ട് ഉഗ്രപ്രതാപത്തോടു കൂടി ഉയർന്നു നിൽക്കുന്ന ഒരേ ഒരു നാമമാകുന്ന യേശു ക്രിസ്തുവിൻ നാമം. ആ നാമത്തിൽ ശ്രീ യേശു ക്രിസ്തുവിന്റെ നാമം അത് അതിശയകര നാമമാണ്. യേശു ക്രിസ്തുവിന്റെ നാമം ഇമ്പനാമമാണ്, അതിശയനാമമാണ്. മറ്റാരെക്കാളും ഉയർന്നു നിൽക്കുന്ന വലിയവനായ യേശു ക്രിസ്തുവിന്റെ നാമം, അനിഷേധ്യനായ, അചഞ്ചലനായ, അമലോത്ഭവനായ വലിയ കർത്താവായ യേശു ക്രിസ്തു, അചഞ്ചലനായ, അനുഗ്രഹത്തിന്റെ അധിപതിയായ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു, ഞാൻ തന്നെ ഈ ലോകത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു, ഞാൻ ഈ ലോകത്തിന്റെ, അല്ലെങ്കിൽ ഞാനാകുന്നു ഈ ലോകത്തിന്റെ ഡോർ, അല്ലെങ്കിൽ വാതിൽ എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു, ഈ യേശു ക്രിസ്തുവിന്റെ ഉഗ്രപ്രതാപനാമത്തിലൂടെ നമുക്ക് നൽകപ്പെട്ടത് ഒരു വലിയ പകരക്കാരനായ പ്രതിക്രിയ മരണത്തിലൂടെ നിത്യത എന്ന് പറയുന്ന ഒരു വാതായനമായിരുന്നു. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ യെശയ്യാ പ്രവചനത്തിൽ 9:6 നാം കടന്നു വരുമ്പോൾ, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, ആരിലും ഉന്നതനായിരിക്കുന്ന ആ വലിയ ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ, ദൈവം നമ്മോട് കൂടെ എന്നുള്ള അർത്ഥം പരിചയപ്പെടുത്തുമ്പോൾ, ഓർക്കുക, യേശു ക്രിസ്തു നമ്മുടെ ഒരു പ്രതിക്രിയാപരമായ മരണത്തിലൂടെ നൽകപ്പെട്ടത് വലിയ നിത്യതയാണ്. യേശു ക്രിസ്തുവിനെ ഹൃദയംഗമായി സ്വീകരിക്കുന്നവർക്ക് തിരുവചനം അസന്നിഗ്ധമായി പറയുന്ന ഒരു സത്യമുണ്ട്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. വീണ്ടും യോഹന്നാൻ 1:7 പറയുന്നത്,